ഒരു ബിസിനസ് മാൻ ആണ്, പക്ഷേ ആൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആ ഫ്ലാഷ് ബാക്കിൽ അയാളൊരു ചീങ്ങണി ജോസായിരുന്നു. മുത്തുക ഉമ്മൻ തരുമോ അതിന്റെ ജപ്പാനീസ് സ്റ്റൈലൊക്കെ എന്താ? പൃഥ്വിരാജുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇതാണ്, കരിയറാണ്. പിന്നെ ഞാൻ പൃഥ്വിരാജിൻ്റെ ഗ്രോത്ത് കാണുന്നത് ലൂസിഫറി വന്നു നിന്ന്, ആടുജീവിതത്തിൽ വന്നത്. സോ ഇറ്റ്സ് എക്സ്ട്രോണറി ഹാർഡ് വർക്ക്. മൈ ഫാദർ ലാൽ സാർ എല്ലാവരും കൂടി ഒരു യാത്രയിൽ, ഞാൻ ബാക്ക് സീറ്റിൽ, സാർ ഇരിപ്പുണ്ട്. സാറിൻ്റെ മടിയിൽ കിടന്നുറങ്ങി, പിന്നെ കുറേ നേരം തോളി കിടന്നുറങ്ങി, പിന്നെ കയറി മടിയിരുന്ന്. രജനി സാർ ഷൂ ചോദിച്ചില്ലേ, കൊടുത്തോ? ഇല്ല, പുള്ളി വേറെ മേടിച്ചു, അത് തന്നെ മേടിച്ചു പുള്ളി. നൈസ് മാൻ അതായിരിക്കും, നൈസ് മാൻ. ഇവിടെ തലയൊക്കെ അടിച്ചിട്ട് കൈ ഇവിടെ ഷോൾഡറൊക്കെ പിടിച്ചിട്ട് പോകാൻ നേരത്ത് നൈസ് മാൻ. ഒരേ സമയത്ത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും അഭിനയിച്ചു തുടങ്ങി അടിച്ചു കയറി വന്ന സ്റ്റാറാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. താങ്ക് യു. വേറെ 2 ഭാഷ കൂടി പറയട്ടെ, കന്നഡ, ഹിന്ദി. ഇനി വേറൊരു ഭാഷ പറയട്ടെ, ജാപ്പനീസ്. ജാപ്പനീസിലുണ്ടോ? ജാപ്പനീസ് ഏതാന്ന് ചോദിക്കുക. ഏതാ? രജനി സാറിന്റെ മുത്തു ഇല്ലേ, മുത്തു ജാപ്പനീസിലെടുത്ത് ഞാൻ അഭിനയിച്ചു. ഡബ് ചെയ്തിട്ടുണ്ട്? നോ, മൂവി, ജാപ്പനീസ് ഫിലിം മുത്തു. അത് റീമെയ്ഡ് ജാപ്പനീസ് ലാംഗ്വേജിൽ ഐ ആക്ടഡ്. ആണോ? രജനി സാറിന്റെ ഫ്രണ്ട് ഇല്ലേ, ശരത് കുമാർ, ഐ ഡിഡ് ദാറ്റ്. അതെങ്ങനെ എത്തി അതിലേക്ക്? AVM സ്റ്റുഡിയോയിൽ ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുത്തു റിലീസായ സമയത്ത് ഈ സിനിമ ഓൺ ആൻഡ് ഓഫ് ഇടയ്ക്ക് സിനിമ ഇല്ലാതെ വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ടെലിഫിലിം ചെയ്തു. ആ ടെലിഫിലിം അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു, ഒരു ഹിറ്റായിരുന്നു. അപ്പോൾ ഇത് മോസ്റ്റ് കോമൺലി നോൺ ഒരു പേഴ്സൺ, ഈ ടെലിവിഷൻ അങ്ങനെയാണല്ലോ, ടെലിഫിലിം അതൊക്കെ ചെയ്യുമ്പോൾ യു വിൽ റീച്ച് ഭയങ്കരമായിരിക്കും. സോ അവർ വന്ന് അവിടെ കുറേ ഓഡിഷനും കാര്യങ്ങൾ നടത്തിയപ്പോൾ ഇയാളാരാണെന്ന് വെച്ച്, ഈ ടെലിവിഷൻ സീരീസിൽ ഭയങ്കര അറിയപ്പെടുന്ന ആൾ, അയാളാരാന്ന് വെച്ച്. അപ്പോൾ ഇന്ന ആൾ അങ്ങനെ എന്നെ വിളിച്ച് സംസാരിച്ച് അതിലേക്ക് വന്നത്. ജപ്പാനിലെ രജനീകാന്ത് ആരായിരുന്നു? അവിടുത്തെ ആക്ടർ എക്സ്ട്രോർഡിനറി ഹീസ്. അവിടുത്തെ വലിയ സൂപ്പർ സ്റ്റാർ അല്ല, പക്ഷെ അവിടുത്തെ ഒരു നോൺ ആക്ടറാണ്. പറഞ്ഞ പേര് നട്ടു എന്നായിരുന്നു, NATTU, നട്ടു. പൊതുവേ നമ്മുടെ രജനി സാറിന്റെ മാൻഡ്രിസം ഒക്കെ ഇല്ലേ, അത് അവിടുത്തെ സ്റ്റാർ എക്സ്ട്രോർഡിനറി. ഞാനതാ പറയണം, ഫോറിനേഴ്സ് ഒരു സാധനത്തിന്, ഒരു സംഭവത്തിന് എക്സൽ ചെയ്യണമെന്ന് വെച്ചാൽ they will do the maximum excel. എന്താ കോർഡിനേഷൻ, എന്താ ഡെഡിക്കേഷൻ, എക്സ്ട്രോർഡിനറി പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, ഈ ജപ്പാനീസ് പടത്തിൽ അവരുടെ ആൾക്കാരല്ലേ, അപ്പോൾ നമ്മുടെ ക്യാരക്ടർ എങ്ങനെ അവർക്ക് സൂട്ടായി? മൂവി ഡസൻ ഹാവ് എ ലാംഗ്വേജ്, സിനിമയ്ക്ക് ലാംഗ്വേജ് ഇല്ല. ഓക്കെ, പിന്നെ മുത്തു, തമിഴ് സിനിമ എങ്ങനെ മുത്തു ഉണ്ടോ, ദ റീമേക്കിംഗ് ദ സെയിം സീൻ, സെയിം ഷോട്ട്, എല്ലാം. അപ്പോൾ അവർ വന്ന് AVMൽ സെറ്റ് ഇട്ടു. മുത്തൂടെ ഇൻറ്റീരിയർ, ശരത് ബാബു സാറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ സെറ്റ് ഇട്ട് അവർ ഇന്ത്യയിൽ വന്ന് സെറ്റ് ഇട്ട്. ഇത് രജനി സാറിൻ്റെ പടം അവർ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തു, എന്നിട്ട് കുറച്ച് അവിടെ പോയി ഷൂട്ട് ചെയ്തു. ഓക്കെ, ദേ വോണ്ട് ടു ഷൂട്ട് ഇൻ ഇന്ത്യ വേർ രജനി സാർ ലിവ്സ്. അതാണ് അതിൻ്റെ ഭയങ്കര ഹൈലൈറ്റ്, ഭയങ്കര മൂമെൻറ്റ്. സാറ് എവിടെ ജീവിക്കുന്നോ ആ നാട്ടിൽ വന്ന്, സാറിൻ്റെ നാട്ടിൽ വന്ന് ഇവിടെ തമിഴ് അവിടെ രാജ്യത്ത് വന്ന് അവരുടെ രാജ്യത്തിൽ ജാപ്പനീസ് ഫിലിമിൽ ഷൂട്ട് എന്നാണ്. ദാറ്റ് ഇസ് ന്യൂസ് അല്ലേ നിങ്ങൾക്ക്? ന്യൂസ് അല്ല. മറ്റേ ഡയലോഗ് എന്താ? മുത്തുക ഉമ്മൻ തരുമോ അതിന്റെ ജപ്പാനീസ് ഡയലോഗ് എന്താ? മറന്നുപോയി. അവർ രണ്ടും ആക്ച്വലി കുറേ തമിഴ് ഉണ്ടായിരുന്നു, കുറേ അവരുടെ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ബട്ട് സീരിയസ്ലി ടു ബി വെരി ഫ്രാങ്ക്, അതൊക്കെ മറന്നുപോയി. നമുക്ക് DNA കുറിച്ച് പറഞ്ഞു തുടങ്ങാം. DNA തന്നെ ഉണ്ട്. ഇഫ് റിവെഞ്ച് ഈസ് ആൻ ആർട്ട്, യുവർ കില്ലർ ഈസ് ആൻ ആർട്ടിസ്റ്റ്. സോ അതൊരു ഭയങ്കര ക്യാപ്ഷനാണ്. സോ അതിൽ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫിലിമാണ്. അതിൽ AK സന്തോഷാണ് റൈറ്റർ, സ്റ്റോറിയൊക്കെ. അതിൽ AK സന്തോഷും ഞാനും തമ്മിൽ ലോങ് ടൈം റിലേഷൻഷിപ്പാണ്, വെരി ലോങ് ടൈം റിലേഷൻഷിപ്പ്. AK സന്തോഷം എങ്ങനെയെന്നറിയോ? ഇല്ല, ഒരു കാര്യവും ഫുള്ളായിട്ട് പറയില്ല, ഇങ്ങനെ നറേഷൻ ചെയ്ത് സസ്പെൻഡിങ് കൂടെ ഒരു സസ്പെൻസ് നമ്മൾ നിർത്തിക്കളയും, വിട്ടുകളയും. അപ്പോൾ നമ്മൾക്ക് ക്യൂരിയോസിറ്റി, ഇല്ല സന്തോഷേട്ടാ അതെന്താണ് വേറെന്ന് പറയും, എന്നിട്ട് പിന്നെ നിർത്തിക്കളയും. അങ്ങനത്തെ ഒരാളായി കാണാൻ. ഇനി ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ച് ചില സാധനം പറഞ്ഞ് നിർത്തിക്കളയും പുള്ളി. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പിൽ സംഭവം നടന്നു കാണില്ല, അതെന്താണ് അത് പറയാം നിൽക്ക് എന്ന് പറയും. അങ്ങനെയാണ് പുള്ളി, ഭയങ്കര ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇട്ടിട്ട് പറയുന്ന ആളാണ്. സോ അങ്ങനെ ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ച് ഞാൻ ചെന്നൈയിലായിരുന്നു, ഇതേപോലെയാണ് ഫോണിൽ കൂടെ ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് ഒരു സാധനം പറഞ്ഞിടും. അപ്പോൾ എനിക്ക് ഇതൊക്കെ കേട്ട് ക്യൂരിയോസിറ്റി വേറെ ഒന്നുമില്ല എന്ന്, ഇത് ആരാ ഡയറക്ഷൻ. ഓക്കെ, സാറില്ലേ, സുരേഷ് ബാബു സാറില്ലേ, സാറിൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ, സാറിൻ്റെ എനി ഫിലിം. സോ
ആ സമയത്ത് ഞാൻ സാറിൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഓക്കെ. അത് നടക്കാതെ പോയി. പിന്നെ സാർ ഓൾസോ വെൻ സംവെയർ. പിന്നെ തിരിച്ച് സാറ് DNA എടുത്തു. സോ ഐ വാസ് വെരി ഹാപ്പി വെൻ ഞാൻ അന്ന് വിചാരിച്ചത് ഇപ്പോൾ അടിച്ചു കയറിയോ അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നോ, ഞാൻ അന്ന് വിചാരിച്ചത് എഗെയിൻ ഇറ്റ്സ് ഹാപ്പനിങ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സിനിമ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് ഫോർ എ തെലുഗു ഫിലിമിനാണ്. ഓക്കെ. കോടി രാമകൃഷ്ണൻ ഈസ് എ ലെജൻഡ്, ഭയങ്കര ഒരു ലെജൻഡാണ്. ഹീസ് നോ മോർ നൗ. സാറിൻ്റെ കൂടെ ഞാൻ ഐ വർക്ക്ഡ് ഇൻ കപ്പിൾ ഓഫ് ഫിലിംസ് സ്റ്റഫ്. പുള്ളി ഹാസ് ഡൺ ഹൺഡ്രഡ്സ് ഓഫ് ഫിലിംസ്. ഓക്കെ, കുറേ പടങ്ങളുണ്ട്, 100+ സംതിങ് ഫിലിംസ്. പുള്ളി ഞാൻ പേഴ്സണലി കണ്ടതിൽ പുള്ളിക്ക് എനിവെയർ പുള്ളി ഔട്ട് ഓഫ് മൂഡോ ഒരു ദേഷ്യപ്പെടലോ ഒരു വോയിസ് റേസ് ചെയ്ത് സംസാരിക്കുകയോ ഞാൻ കണ്ടിട്ടേ ഇല്ല. ദ മോസ്റ്റ് ക്യൂട്ടസ്റ്റ് ഡയറക്ടറാണ് പുള്ളി. ഓക്കെ, ഞാൻ മുഖത്ത് അടുത്തൊക്കെ പോയി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ദേഷ്യം വന്നില്ല, ഇപ്പോൾ ടെൻഷനായില്ല, ഇല്ല 1 more ചെയ്യാല്ലേ അങ്ങനെ 40 ടേക്ക് പുള്ളി ചെയ്യാൻ പറയും. ഒരു ഭയങ്കര സംതിങ് ദാറ്റ് മാൻ ഈസ് സംതിങ് എൽസ്. അപ്പോൾ അതെൻ്റെ മൈൻഡിലുണ്ട്. അങ്ങനെ കുറച്ച് പേരിൽ ഒരാളാണ് സുരേഷ് ബാബു സാർ. ഭയങ്കര സോഫ്റ്റാണ്, ചെറിയ കുട്ടികളെ പോലെയാണ്. എത്ര പ്രശ്നം ഉണ്ടായാലും അടുത്ത് വന്നിട്ട് അത് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് ആ പ്രശ്നമൊക്കെ അവിടെ നിന്ന് മാറിപ്പോവും. ഇത് പറയാവുന്ന കാര്യം എന്താണെന്നറിയോ? ഇതിലൊരു സീക്വൻസ് ഉണ്ട്, ഒരു ആക്ഷൻ ബ്ലോക്കിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. ആ ആക്ഷൻ ബ്ലോക്കിലേക്ക് കയറുമ്പോൾ ആദ്യം കാർ ചേസ് ചെയ്യുന്ന തുടങ്ങി, പിന്നെ ഒരു അബാൻഡൻ ബിൽഡിങ്ങിലേക്ക് പോയി, പിന്നെ അത് വാട്ടറിലേക്ക് പോകും. സോ മോസ്റ്റ്ലി സിനിമകൾക്ക് എനിക്ക് ബോഡി ഡബിൾ കാണില്ല. എനിക്ക് വലിയ പാടാണ്, ഡ്യൂപ്പ് കിട്ടാൻ പാടാണ്. പിന്നെ ബേസിക്കലി സിനിമാറ്റിക് സംഭവങ്ങൾ നമ്മൾ പഠിച്ച കാരണം കൊണ്ട് സ്റ്റണ്ട് കൊറിയോഗ്രാഫേഴ്സിന് അറിയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. സോ ഞാൻ തന്നെയാണ് ഓൾമോസ്റ്റ് ചെയ്യുന്നത്. ഈവൻ ഗ്ലാസ് ബ്രേക്കിംഗ് എന്തെങ്കിലും മുട്ടിനോ ഹിപ്പിനോ വല്ല പ്രശ്നമുള്ള സമയത്ത് ആണ് സംതിങ് ഈസ് ഡൺ, ഒരു സാധനം ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ അൺനോൺ ഒരു ക്യാമറയിൽ കൂടെ അൺനോണായിട്ട് പോകുമ്പോഴാണ് ഒരു സംഭവം അറിയാത്ത സംഭവത്തിലാണ് സംതിങ് ഹാപ്പൺ, ഓർ ഇഫ് യു വെരി ടയർഡ്. അത് അറിഞ്ഞില്ലെങ്കിൽ വി ഡു ദ മാക്സിമം. അപ്പോൾ ഈ ആക്ഷൻ സീക്വൻസ് ഒരു 7-8 ദിവസമുണ്ടേ. ഓക്കെ, സോ ഈ 8 ദിവസവും എന്നെ ഭയങ്കര സോഫ്റ്റായിട്ടാണ്. എന്ത് ടയർഡായിട്ട് ഉടനെ പുള്ളി വരും, ഒരു കാര്യം പറയും, ചെറുതായിട്ട് കാര്യം, അത് ഓക്കെ ആകും, പോകും. പിന്നെ ഇത് ലാസ്റ്റ് വാട്ടറിലേക്ക് വരും. വാട്ടറിലേക്ക് സ്റ്റണ്ട് ചെയ്യലെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് സ്റ്റണ്ട്, വാട്ടറിൽ റോപ്പ് വർക്ക് ഉണ്ട്. വാട്ടറിൽ കൂടെ റോപ്പ് വർക്ക് കുറേ ഡിഫിക്കൽട്ട് സ്റ്റണ്ട്സ് ഉണ്ട്. സോ ഇത് ഞാൻ തന്നെ ചെയ്യണം വിത്ത് 3 piece ഇതാണ് സെറ്റാണ്, ബ്ലേസർ ഉള്ള വെസ്റ്റ്. ഇത് ഫുൾ 3 piece ഇട്ട് ഫൈറ്റ് ചെയ്യാൻ വലിയ പാടാണ്. ഓക്കെ, നമ്മൾ ഷർട്ട് വെച്ച് ഫൈറ്റ് ചെയ്യാം, ലൂസ് ബനിയനിൽ ഫൈറ്റ് ചെയ്യാം, ഒരു ടീഷർട്ടിൽ ഫൈറ്റ് ചെയ്യാം, അത് ഫൈറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഓഫീസ് ഗോയിങ് സ്റ്റൈലിൽ 3 piece സ്യൂട്ട് ഇട്ടൊക്കെ ഇട്ട് ചെയ്യുന്നത് വലിയ പാടുള്ള പണിയാണ്. അതിൽ റോപ്പ് ഇടുക, അതിൽ കയറ്റി വയ്ക്കുക, വിൽ ബി സോ ടൈറ്റ്. പിന്നെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അത് ഇറുക്കി പിടിച്ചിരിക്കും, മൂവ്മെൻറ്റ് കിട്ടില്ല. പിന്നെ ഇത് വെള്ളത്തിൻ്റെ അകത്താണ്, കാലിനും കൈയിൻ്റെയും മൂവ്മെൻറ്റ് പോവും, ഷൂവിൽ വെള്ളം കയറി നിൽക്കും. സോ ഒരു നമ്മൾ എത്ര വലിയ ആക്ഷൻ ചെയ്യുന്ന ആളായാലും യു ഗെറ്റ് ഇറിറ്റേറ്റഡ്, യു ആർ എ ഹ്യൂമൻ അല്ലേ. ആ സമയത്തൊക്കെ പുള്ളി വന്ന് ഇതേപോലെയാണ്. എപ്പോഴാണ് TS സുരേഷ് ബാബുവിൻ്റെ ഫാൻ ബോയ് ആയത്? അന്നത്തെ ഭയങ്കര ഒരു മാസ് പടമല്ല, മാസ് പടം. നെയിം കോട്ടയം കുഞ്ഞച്ചൻ, മമ്മൂട്ടി സാറിൻ്റെ അപ്പിയറൻസ്, ഇത് ലുക്ക്, ദ വേ ഹി ആക്ട്സ് എല്ലാം അപ്പം പോലെ ഫാനാണ്. ഇതിലും പോലീസാണോ? പോലീസ് എന്നല്ല, ഒരാളാണ്, ഒരു പീറ്റർ എന്ന് പറഞ്ഞ ഒരാളാണ്, വിനായകം ഒരാളാണ്, ഒരു ബിസിനസ് മാൻ ആണ്. പക്ഷേ ആൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആ ഫ്ലാഷ് ബാക്കിൽ അയാളൊരു ചീങ്ങണി ജോസ് ആയിരുന്നു. ഭയങ്കര ചീങ്ങണി ജോസ് ആയിരുന്നു. അതോ ദുബായ് ജോസാണോ? ദുബായ് ജോസ് അല്ല, ദുബായ് ചീങ്ങണി ജോസ് ആയിരുന്നു. തിരിച്ചു വരവ് ദുബായ് എന്നല്ല, മെക്സിക്കോ എന്നാണ്. ഓക്കെ, തിരിച്ചു വരുന്നത് ഇത് ദുബായ് എന്നല്ല വരവ്. സോ അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇയാൾ ആരാണ് എന്താണെന്ന് ഒരു വേറൊരു ക്യാരക്ടറാണ്. 2 ലുക്കാണ്. അടിപൊളി. ഈ ദുബായ് ജോസ് ശരിക്കും ടർബോ ജോസിനെ നേരിട്ട് കണ്ട അതിന് ശേഷം? ദുബായ് ജോസ് ടർബോ ജോസിനെ കണ്ടിട്ടില്ല. ആണോ? നേരിട്ട് കണ്ടിട്ടില്ല. മമ്മൂക്ക വിളിച്ചായിരുന്നു ഇത്? അങ്ങനെ വിളിക്കുകയൊന്നുമില്ല, ആരുമില്ല. ഇറ്റ്സ് ജസ്റ്റ് സേ ഈവൻ ദേ ആർ ഹാപ്പി, ഈവൻ വി ആർ ഹാപ്പി, സിബി സാർ ഈസ് ഹാപ്പി ആയിരുന്ന പോരെ. വേറൊരു കാര്യമുണ്ട്, യൂഷ്വലി ഡബ് ചെയ്യുമ്പോൾ യൂഷ്വലി ഡയറക്ടർ വരും. നമുക്കൊരു മൂഡ് സെയിം എഗെയിൻ നമ്മൾ അത് ഡബ് ചെയ്യുമ്പോൾ എഗെയിൻ വി ആർ ആക്ടിങ് അല്ലേ നടക്കുന്നത്. അപ്പോൾ എഗെയിൻ ഈ ക്രിയേറ്റ്സ് എ മൂഡ്, വിൽ ഹാവ് എ മൂഡ്, ഡബ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് AD ടേക്സ് ഓവർ.
AD കാണും, നമ്മൾ ADയിലൂടെ ചെയ്യും, പിന്നെ ഇടയ്ക്ക് പുള്ളി വരും, റീകറക്ഷൻ നോക്കും, റീകറക്ഷൻ ചെയ്യും, പിന്നെ പോവും, പിന്നെ വരും. അങ്ങനെയാണ്. ചിലപ്പോൾ ചില ഡയറക്ടേഴ്സ് വരില്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണും, കറക്റ്റാണെന്ന് വിട്ട് കളയും, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ പറയും. സിബി സാറ് എന്നെക്കൊണ്ട് ജലോത്സവം 2 ദിവസം ഞാനും സിബി സാർ മാത്രമേ ഉള്ളൂ. ഓക്കെ, എവറി ഡേ സിബി സാർ മോർണിംഗ് കാലത്ത് 9 മണിക്ക് എന്നെയും കൊണ്ട് ഡബിങ് തിയേറ്റർ വരും. പുള്ളി ആ ചെയറിൽ നിന്ന് അനങ്ങിയിട്ടില്ല, പുള്ളി ചെയറിൽ നിന്ന് അനങ്ങിയിട്ടില്ല. നൈറ്റ് 9 o'clock ആകുമ്പോൾ വീണ്ടും ചായ കാപ്പി വേണമെങ്കിൽ പുള്ളി മേടിച്ച് തരും, പുള്ളിയും കുടിക്കും, അവിടെ ഇരിക്കും, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. 2 ദിവസമാണ് അതിനൊക്കെ ഇമ്പാക്റ്റ് ആയിരിക്കും അത്. പുള്ളി ചെയ്യിപ്പിച്ച് എയർപോർട്ടിൽ പോകുന്ന നേരത്ത് ഫാമിലി ആയിട്ട് ഒരു ഹോട്ടലിൽ ലഞ്ചും മേടിച്ചുകൊണ്ട് പുള്ളിനെ വിട്ടത്. ശരിക്കും ഞാൻ ദുബായ് ജോസിലും ടർബോ ജോസിലും കോമൺ ആയി കണ്ട ഒരു പ്രത്യേകത എന്താണ്? രണ്ടുപേരും ഏജ് റിവേഴ്സ് ഗിയർ എന്ന് പറയും. ഞാൻ നിങ്ങളെ കുറേ കാലമായിട്ട്, അതായത് ബാലേട്ടൻ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മാറ്റമില്ല, മമ്മൂക്കൊക്കെ സാറിനൊരു മാറ്റമില്ല അല്ലേ? ആൾക്കാർ ഇത് പറയാറുണ്ടോ? ഓഫ്കോഴ്സ് പറയാറുണ്ട്, കുറേ പേര് പറയാറുണ്ട്. എന്താ ഇതിൻ്റെ? മമ്മൂക്കയോട് ചോദിച്ചാൽ മമ്മൂക്ക എന്താണ് സീക്രട്ട് എന്ന് പറഞ്ഞില്ല, പറഞ്ഞു തരുമോ? സീക്രട്ട് ഒന്നുമല്ല, ഞാൻ പറയുന്നത് യുവർ ലൈഫ് സ്റ്റൈൽ ഹാസ് ടു ബി ചേഞ്ച്ഡ്. നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക, മാർഷൽ ആർട്ട് പഠിക്കുക, അതൊക്കെ ഒരു പഠനമാണ്, അതൊക്കെ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സാണ്. ഫസ്റ്റ് തിങ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറണം, നമ്മൾ വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകണം. അത് ഒരു വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. ഇറ്റ് ഈസ് ബിഗ് പ്രോസസ്. ലൈഫ് സ്റ്റൈൽ മാറണം. യു ഷുഡ് ലവ് യുവർ സെൽഫ്. യു ഷുഡ് ഐ ലവ് മൈ സെൽഫ്, അത് വരണം. ഓക്കെ, പിന്നെ ഐ ഷുഡ് ബി ഹാപ്പി. ഞാൻ സന്തോഷമായിരിക്കണം, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഞാൻ കാർ വാങ്ങി, എനിക്ക് മറ്റേ റോളക്സ് വാങ്ങിച്ച് മേടിച്ചു, ഇല്ല ഇതെനിക്ക് അതല്ല. ദറ്റ് ഈസ് അത് നമ്മളുടെ ആശകൾ നമ്മൾ പൂർത്തി ചെയ്യണത്. അതല്ല, ബൈ എ പേഴ്സൺ, ബൈ എ ഹ്യൂമൻ, യു ഷുഡ് ബി ഇൻഡിവിജ്വലി, യു ഷുഡ് ബി വെരി ഹാപ്പി. ഇനി നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് പോവാണ്. ഈ റൗണ്ടിന്റെ പേരെന്താണെന്നറിയാം? അടിച്ചു കയറി വാ. അടിച്ചു കയറി വാ റൗണ്ട്. ഓക്കെ, അടിച്ചു കയറി വാ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ശരി, ഓക്കെ. സ്വന്തം കൺവീനിലൂടെ അടിച്ചു കയറി വന്ന സ്റ്റാർ? പൃഥ്വിരാജ്. ഞാൻ വേഷം ചെയ്യുമ്പോൾ മഹാറാണിയിൽ ഇന്ദ്രനുണ്ട്, ഇന്ദ്രൻ പടത്തിൽ ചെയ്യുന്നുണ്ട്, അനയായിട്ട് ചെയ്യുന്നുണ്ട്, ഇന്ദ്രൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം മഹാറാണി ഹോട്ടലാണ് താമസം. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തോ ഷൂട്ടിങ്ങിലോ പറഞ്ഞ അമ്മയും അനിയനും വരുന്നുണ്ട് എന്ന്. ഇതിൻ്റെ കണക്ഷനൊക്കെ എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ ഈ സംസാര കണക്ഷനൊക്കെ സുകുമാരൻ സാറും എൻ്റെ ഫാദറും അവർ കണക്റ്റഡാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ സംസാരം അത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല നമ്മളാണോ ഇതൊക്കെ എന്ന്. സോ അങ്ങനെയൊക്കെ കുറേ സംസാരം ഉണ്ടായി ഇന്ദ്രജിത്തും ഞാനും. അപ്പോൾ ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ ബേസിക്കലി യു ടോക്ക് അബൌട്ട് ഫാമിലി. അപ്പോൾ എൻ്റെ വൈഫിന് സംസാരം, ഇന്ദ്രൻ്റെ വൈഫിനെ പറ്റി സംസാരിച്ചു. ആ വൈഫിനും എൻ്റെ വൈഫിനും അവർ തമ്മിൽ ദേ ഹാവ് എ കണക്ടിവിറ്റി. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന് അമ്മയും പൃഥ്വിരാജും വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനും ഇന്ദ്രനും അവരുടെ മുറിയിൽ പോയി. അപ്പോൾ അമ്മയുണ്ട്, പൃഥ്വിരാജുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇതാണ്, കരിയറാണ്. പിന്നെ ഞാൻ പൃഥ്വിരാജിൻ്റെ ഗ്രോത്ത് കാണുന്നത് ലൂസിഫറി വന്നു നിന്ന്, ആടുജീവിതത്തിൽ വന്നത്. സോ ഇറ്റ്സ് എക്സ്ട്രോണറി ഹാർഡ് വർക്ക്. സത്യം പറയണം, സുകുമാരൻ സാറിൻ്റെ മടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഇല്ല, മോഹൻലാൽ. ലാലേട്ടൻ ഇറങ്ങിയിട്ടില്ല. എപ്പോഴത്? സാർ ചെറുപ്പത്തിൽ, ഭയങ്കര ചെറുപ്പത്തിൽ മദ്രാസിൽ ഷൂട്ടിംഗ് നടക്കും. അപ്പോൾ സ്റ്റുഡിയോ മദ്രാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ വീട്ടിലും ഷൂട്ടിംഗ് നടക്കും. ഓക്കെ. അപ്പോൾ സാറ് വന്ന് ഫ്രിഡ്ജ് വന്ന് എൻ്റെ അമ്മേനോട് ചമ്മന്തി ഉണ്ടെന്ന് ചോദിക്കും. ചമ്മന്തി, മുളക് ചമ്മന്തി ഉണ്ട് വീട്ടിൽ വേണം. പക്ഷേ ഈ കേരള നമ്മളുടെ വീട് ആയതുകൊണ്ട് കേരള ഫുഡ് കാണുമല്ലോ. അപ്പോൾ ഹി വാണ്ട്സ് ദാറ്റ്. ഒരു മൊമെൻറ്റിൽ മൈ ഫാദർ, ലാൽ സാർ, എല്ലാവരും കൂടി ഒരു യാത്രയിൽ കേരളത്തിലാണ്, ചെന്നൈയിലല്ല, കേരളത്തിൽ കൊച്ചി ടു ട്രിവാൻഡ്രം ആണോ സംവെയർ എൽസ്. ഐ എം ടു യങ് ടു റിമെമ്പർ ദാറ്റ്. അതുകൊണ്ട് പറഞ്ഞത്. ബട്ട് ഐ റിമെമ്പർ ദിസ് ഇൻസിഡൻറ്റ് ബിക്കോസ് ലാൽ സാർ ആയതുകൊണ്ട്. ഓക്കെ, കാറിൽ യാത്ര ചെയ്ത് എൻ്റെ ഇതിൽ മമ്മൂട്ടി സാറിൻ്റെ കിന്നാരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡബ്ബിങ്ങിന് പോകണതാണ്. ഓക്കെ, കുറേ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കണക്ഷനാണ്. സോ പോണ യാത്രയിൽ ഞാൻ ബാക്ക് സീറ്റിൽ സാർ ഇരിപ്പുണ്ട്. സാറിൻ്റെ മടിയിൽ കിടന്നുറങ്ങി, പിന്നെ കുറേ നേരം തോളി കിടന്നുറങ്ങി, പിന്നെ കയറി മടിയിരുന്ന് നൈറ്റാണ് പോയിട്ടുണ്ട്. ലാലേട്ടനോട് ഇത് പറഞ്ഞു. ലാലേട്ടനെ ഞാൻ ഓർമ്മിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് നാളത്തേക്ക് അതായിരുന്നു
പുള്ളി അത് മാറ്റി പറഞ്ഞു. ഇതാരാന്നറിയാം, എൻ്റെ മടി കിടന്ന് ഏറ്റവും അവസാനമായിട്ട് ലൈഫിലേക്ക് അടിച്ച് കയറി വന്ന ഫ്രണ്ട്? ഓക്കെ, ഒരു ചെറിയ കുട്ടി. ആ കുട്ടി ഈ റീൽ ചെയ്ത് അടിച്ചു കയറി റീൽ ചെയ്ത് ഞാനത് കണ്ട്. അത് സംതിങ് യൂണീക്ക് ആയിരുന്നു. കുറേ പേര് ചെയ്തിട്ടുണ്ട്, കുറേ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂണീക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ മോന് വോയിസ് ഇട്ട് ഇൻസ്റ്റയിൽ കൂടെ, മോനെ ആദ്യം ഞാൻ മോനോട് താങ്ക് യു പറയണം ഫോർ ഡൂയിങ് ദിസ് മൂവി. മോനെ ഞാൻ ആരാന്ന് പോലും അറിയില്ല. ഒരു ജനറേഷനാണ്, ഒരു ജനറേഷൻ അറിയത്തില്ല. വൺ ജനറേഷൻ ഡസൻ നോ നമ്മളൊക്കെ ആരാന്ന് അറിയില്ല. ഇതിൽ കൂടെയാണ് ഐ എം ഗെറ്റിംഗ് ടു നോ എ ജനറേഷൻ, ദറ്റ് ഈസ് കിഡ്സ്. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എന്നിട്ട് ആ മോൻ തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഈ ആൻഡ്രോയിഡ് 2 വര വരുമല്ലോ, ഇപ്പോൾ വരയുണ്ട് എൻ്റെ ഫോണിൽ. എന്നാലും കാണിച്ചു തരാം. ഇതാണ് മോൻ. പുള്ളി സീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജഗേഷാണ് ഞാൻ പറയണത്. ഇങ്ങനെ നിൽക്കണത്, ഈ വരവ്, ഇത് ഈ സിനിമയിലുള്ള ഷോട്ടാണ്. ഞാൻ നിൽക്കുന്നത് പോലെ, ഞാൻ വള്ളംകളിയിൽ ഡാൻസ് ചെയ്യണത്, എൻ്റെ പോസ്റ്റ്, പിന്നെ ജാസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് വരുന്നത്. ഇത്രയും മോൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ മോന് മെസ്സേജ് ഇട്ട്, ഓക്കെ സൂപ്പറാണ് മോനെ, താങ്ക് യു സോ മച്ച് എന്നൊക്കെ മെസ്സേജ് ഇട്ട്. എൻ്റെ മോൻ തിരിച്ചു വന്നിട്ട് ആ മോൻ പറഞ്ഞ വാക്കാണത്. നമസ്കാരം റിയാസ്കാരം, നിങ്ങളെ ഭയങ്കര ഫാനാണ്. എനിക്ക് എന്താ പറയാ, നിങ്ങളെ കാണാൻ ഭയങ്കര പൂതിയുണ്ട്, കാണാൻ പറ്റട്ടെ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ ഇന്നലെ എടുത്തേ. പിന്നെ ഈ സംഭവം ഞാൻ അറിഞ്ഞിരുന്നില്ല, ഈ സ്കൂളിൽ പോയിക്കേനു. പിന്നെ ഇന്ന് ഞാൻ വന്നപ്പോൾ എന്നോട് ഇമ്മച്ചിയും പറഞ്ഞു. പിന്നെ കുറേ കുട്ടികളൊക്കെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞേ. പിന്നെ എന്താ ഭയങ്കര സന്തോഷമായി. സോ ക്യൂട്ട്. സോ ഇതാണ് എൻ്റെ ഏറ്റവും ഇപ്പോൾ ഉണ്ടായ പുതിയ ഫ്രണ്ട്. കണ്ടോ? എന്നിട്ട് കണ്ടില്ല, ഫോണിൽ കൂടെ സംസാരിച്ചു, ഇതിൽ കൂടെ ഇൻസ്റ്റയിൽ കൂടെ സംസാരിച്ച്. ഓക്കെ, അപ്പോൾ തിരിച്ച് റിപ്ലൈ എന്നാണ്. ആ പയ്യൻ ആ മോൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഫുൾ അറിഞ്ഞു അവിടെ. ഓക്കെ, അറിഞ്ഞിട്ടാണ് പുള്ളി ഇത് ആരെ വിളിച്ചോന്നറിയോ, ആരെ സംസാരിച്ചെന്നറിയോ എന്ന് തിരിച്ച് മെസ്സേജ് അയച്ചോ. അടിപൊളി. അടുത്ത് രണ്ടാമത് അപ്രതീക്ഷിതമായിട്ട് അടിച്ചു കയറി വന്ന റോള്. തെലുങ്കിലൊരു ആക്ടർ ഉണ്ട്, മോഹൻ ബാബു എന്ന് പറയും. അറിയാം. മോഹൻ ബാബുവിൻ്റെ ഒരു പടത്തിൽ, ഇറ്റ്സ് എ ബിഗ് ഫിലിം. ആ പടത്തിൽ മോഹൻ ബാബു സാറും പ്രകാശ് രാജാരും ചെയ്ത പെട്ടെന്നൊരു ദിവസം ഒരു വിളി വന്ന്, സാറാ വിളിക്കുന്നത്, ബാബു സാറാ വിളിച്ചിട്ട് ആ പടത്തിനെ പറ്റി കുറേ നമുക്ക് റിവ്യൂ അറിയാം. നമുക്ക് കുറേ ഈ പടം ഇങ്ങനെയാണ്, ഇതാണ് ഒരു ഇംഗ്ലീഷ് പടത്തിന് റീമേക്കാണ്, 2 മെയിൻ കഥാപാത്രമുണ്ട്. സോ നമ്മളത് കേൾക്കുമ്പോൾ അത് നല്ല പടമായിരുന്നല്ലേ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു. ഒരു ദിവസം നൈറ്റ് ഒരു 8 മണിയായപ്പോൾ സാറിനെ വിളിച്ച്, മോഹൻ ബാബു സാറെ വിളിച്ച്, റിയാസ് അവിടെ ഉണ്ടെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ചെന്നൈ ഉണ്ട് സാർ, എന്നാൽ നാളെ ഫ്ലൈറ്റ് കയറണമെന്ന് പറഞ്ഞ്. നാളെ ഷൂട്ടിംഗ് ഉണ്ട് സാർ. പുള്ളി ഭയങ്കര കമാൻഡിങ് ആണ്, പുള്ളി എപ്പോഴും ഭയങ്കര കമാൻഡിങ് ആണ്. നാളെ കയറണം, വരണം. അപ്പോൾ സാർ ഷൂട്ടിംഗ് ഉണ്ട് സാർ, എപ്പോൾ കഴിയും എന്ന് വെച്ച്. 6 മണി, 4 മണിക്ക് കയറണം, വരണം. അപ്പോൾ ഞാൻ പോയിപ്പോൾ പുള്ളി എപ്പോഴും വീട്ടിലാണ് വിളിച്ചു വരുത്തുന്നത്. ഓക്കെ, അങ്ങനെ വിളിച്ചു വരുത്തി. അപ്പോൾ ഞാൻ വിളിച്ചു വരുത്തിയപ്പോൾ നമ്മൾ ഒരാൾ വിളിക്കാൻ നമുക്ക് അറിയാമല്ലോ എന്താണ് നടക്കുന്ന പടം. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ വരാൻ നേരത്ത്, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണാം, അല്ലെങ്കിൽ എല്ലാവരും പുള്ളി വിളിക്കില്ലല്ലോ. പക്ഷേ ഈ ക്യാരക്ടറൊക്കെ പോയി, ഈ ക്യാരക്ടറൊക്കെ മനസ്സിൽ നിന്ന് പോയി. പുള്ളി ഈ പടത്തിൻ്റെ കഥ പറയണം. ഈ പടം അറിയാമല്ലോ റിയാസ്, ഇംഗ്ലീഷ് പടമാണ്. അറിയാം സാർ, ഇത് ഓക്കെ ഡിപ്പാർട്ടഡ് എന്നൊരു പടമാണ്. ഓക്കെ റൈറ്റ് ഫൈൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ പുള്ളി പറയണം. പുള്ളിൻ്റെ കൂടെ അപ്പുറത്ത് വേറൊരു ഹീറോയിക് ക്യാരക്ടർ ഉണ്ട്, അതാ പുള്ളി പറയണം. അപ്പം ഞാനിങ്ങനെ ഓർത്തിട്ട് എനിക്ക് ഈ പ്രകാശ് രാജ് ഉണ്ടോ ഇല്ലയോ, ഇനി എന്താണ് ഇല്ല, അപ്പോൾ പുള്ളിയല്ല ഞാനാണ് ചെയ്യണത് എന്നത്. അതൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. ഏതാ പടം? ശിവശങ്കർ. അടുത്തത് ജീവിതത്തിൽ അടിച്ചു കയറി വന്ന സർപ്രൈസ്. അടിച്ചു കയറി വന്ന സർപ്രൈസ് എൻ്റെ വൈഫ് തന്നെ. 21 വയസ്സിൽ കല്യാണം കഴിച്ച്, ഒരു ജോലിയില്ല, ഒന്നുമില്ല. വൈഫിന് 19 വയസ്സേ ഉള്ളൂ. ഓക്കെ, ഞാൻ സിനിമയിൽ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ എനിക്ക് 18 വയസ്സാണ്, 18 ഇയേഴ്സാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതിപ്പോൾ പൈസ വേണം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് കുറേ അച്ഛൻ്റെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിച്ച്, പിന്നെ ഇത് 2 പടത്തിന് ചെറിയ അഡ്വാൻസ് വന്ന് 5000 രൂപ, 2500 രൂപ, 3000 രൂപ, അങ്ങനെ അഡ്വാൻസ് ഉണ്ട്. അതും വെച്ച്
ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പായിട്ട് കേബിൾ ടി വി തുടങ്ങി. അന്ന് കേബിൾ ടി വി ഭയങ്കര വലിയ ഡിഷ് ഇടണം, അതിൽ നിന്ന് വയറെടുക്കണം, റോഡൊക്കെ പോസ്റ്റ് വയ്ക്കണം, മരത്തിൻ്റെ പോസ്റ്റ് വയ്ക്കണം, അതിൽ കപ്ലർ കെട്ടണം, 4 സൈഡ് കപ്ലർ ഉണ്ട് ഇങ്ങനെ കൊടുക്കണത്, അത് കെട്ടണം. പിന്നെ അതിലൊരു ബൂസ്റ്റർ വയ്ക്കണം, ബൂസ്റ്റ് ആകാൻ വേണ്ടി. എന്നിട്ട് ഈ വയറും കൊണ്ട് അപ്പുറത്തെ കേബിളിൽ പോകണം, ഏണി ഇടണം, മോളിൽ കയറണം. അതിന് കേബിൾ ടി വി തുടങ്ങി. വീഡിയോ അല്ല, കേബിൾ ടി വി തുടങ്ങി വീടോടെ പോയി കണക്ഷൻ കൊടുക്കലായിരുന്നു. അതാണ് ചെയ്തത്. അന്നാ കേബിൾ ടി വിയുടെ പേരെന്തായിരുന്നു? RK വിഷൻ, റിയാസ് ഖാൻ വിഷൻ. അടിപൊളി. ഭാര്യ വീട്ടിൽ നിന്ന് ചാടിച്ചുകൊണ്ടിരുന്നത് ശരിക്കും വീഡിയോ കാസ്റ്റ്? അത് പറഞ്ഞു. അതായത് അമ്മയെ, അതായത് വൈഫിനോട് അമ്മയോട് പറയണം, ഈ കാസറ്റ് കൊണ്ടേ കടയിൽ കൊടുത്തിട്ട് വരട്ടെ, എന്നാൽ കൊടുത്തിട്ട് വേഗം വാ മോളേന്ന്. മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി കാസറ്റ് കൊടുക്കാൻ വരില്ല, ഞാൻ അവിടെ നിന്ന് രണ്ടുപേരും കൂടി പോക്കും, എസ്കേപ്പായി പോക്കും. അടിപൊളി. അടിച്ചു കയറി വാ ഹിറ്റായതിനു ശേഷം ഇപ്പോൾ അടിച്ചു കയറി വന്ന റോളുകൾ? ഹാപ്പി ന്യൂ എന്നൊരു പടമുണ്ട്, നെക്സ്റ്റ് കമ്മിങ് ഫിലിമാണ്. അതാണ്. അതിൽ ഞാനൊരു വാച്ച്മാനായിട്ടാണ് ചെയ്തത്. ഒരു ഏജ്ഡ് വാച്ച്മാനായിട്ട്, ഒരു സ്കൂൾ കോളേജ് ക്യാമ്പസിലെ വാച്ച്മാനാണ്. ദാറ്റ് എനിക്കൊന്ന് ഒരു അടിച്ചു കയറി വരവായിരിക്കും അത്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നടന്മാരുണ്ട്, മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ലൈഫിൽ ഏത് നടനാണ് ഇനി അടിച്ചു കയറി വരും തോന്നുന്നത്? ആര് വേണമെങ്കിലും വരാം. എനിബഡി ക്യാൻ കം. യു ഷുഡ് ബി കൺസിസ്റ്റൻസി ആയിട്ട് ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കണം. ഇറ്റ് വിൽ ഹാപ്പൻ. അപ്പോൾ ഇതുപോലെ നമ്മളിനി ഡയലോഗ് റൗണ്ടിലേക്കാണ് പോകാൻ പോണത്. ഞാൻ കുറച്ച് ഡയലോഗ് പറയും, അത് കേട്ടിട്ട് ഇതേത് സിനിമയിലാണ്, ആ ഡയലോഗിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ആദ്യത്തെ ഡയലോഗ്, തെറ്റെൻ്റെ ഭാഗത്താണ് സൂര്യ, കൊച്ചി രാജാവ്. ഓക്കെ. തെറ്റെൻ്റെ ഭാഗത്താണ് സൂര്യ. ഞാൻ ഇത്ര ഫേമസ് ആണ്, അത് ഞാൻ വിചാരിച്ചില്ല. അതിൽ എനിക്കൊന്ന് യൂത്ത് ലൈക്ക് ഇറ്റ്. അത് ഐ തിങ്ക് മേ ബി ഫ്രണ്ട്ഷിപ്പിൽ ഞാനും പിന്നെ നമ്മൾ രണ്ട് ഫ്രണ്ട്സ് ആണെന്നാണ്. അപ്പോൾ നമ്മളെ യൂത്തിലെ ഫ്രണ്ട്സ് തമ്മിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ചിലപ്പോൾ ഇതായിരിക്കും പറയുന്നത്. ഇന്നലെ സ്കൂളിൽ പ്രശ്നം ഉണ്ടായി, അപ്പോൾ തെറ്റെൻ്റെ ഭാഗത്താണ്, അത് പോയി തെറ്റെൻ്റെ ഭാഗത്താണ് സൂര്യ എന്നായി. മിമിക്രി ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷെ മിമിക്രിയിൽ കുറേ ചെയ്യുന്നത് തെറ്റെൻ്റെ ഭാഗത്താണ് സൂര്യ, അങ്ങനെ അത്ര ഇല്ല. തെറ്റെൻ്റെ ഭാഗത്താണ്. അടുത്തത്, ബി എ നൈസ് മാൻ. ഓക്കെ, പറയണം, എന്നിട്ട് അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു. ബി എ നൈസ് മാൻ ഏതാ സിനിമ? മലയാളം. ബി എ നൈസ് മാൻ. സുരേഷ് ഗോപിയുടെ ആണോ? തോറ്റ്. ടു കൺട്രീസ് ലാസ്റ്റ് ചന്തിക്കിട്ട് അടിക്കണം. ബി ഉണ്ടോ? ബി ഇല്ല, നൈസ് മാൻ അതായിരിക്കും. നൈസ് മാൻ അതാണെന്ന് തോന്നുന്നു ചെയ്തത്. ഇവിടെ തലയൊക്കെ അടിച്ചിട്ട് കൈ ഇവിടെ ഷോൾഡറൊക്കെ പിടിച്ചിട്ട് പോകാൻ നേരത്ത് നൈസ് മാൻ. ഈ ടു കൺട്രീസ് കാണിക്കുന്നില്ലേ ഈ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ ഞങ്ങൾ തമ്മിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ കുറേ കാണിക്കും. സോ ഓൺലി ഹീ നോസ് ദാറ്റ്. ഞാൻ കുറേ കോമഡി പറയും, പുള്ളിയും കുറേ കോമഡി പറയും. ഞാൻ ഇങ്ങനത്തെ കുറേ കോമഡി ഇത് സംഭവങ്ങളൊക്കെ കാണിക്കും, കൊണസ്റ്റ് സംഭവങ്ങളൊക്കെ എന്നെ കാണിക്കും. അപ്പോൾ പുള്ളിക്കറിയാം ഞാനിത് ചെയ്യുമെന്ന്. ദിലീപിനോട് വേറൊരു പ്രത്യേകത ഉണ്ട്, വെറുതെ ചെറിയൊരു ക്യാരക്ടർ വെച്ച് ചെയ്യും. അത് ബിക്കോസ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. പുള്ളി വിളിക്കാം, റിയാസ് ചെയ്യുക, നമുക്ക് ഇത് ചെയ്തരോ വയ്ക്കും. ക്യാരക്ടറായിട്ടല്ല, വെറുതെ. ടു കൺട്രീസ് അങ്ങനെ ഒന്നാണ്. അങ്ങനെ അതൊരു അത് പടത്തിലൊരു മെയിൻ ക്യാരക്ടറൊന്നും അല്ല, അത് ആ സീൻ എൻഹാൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഡയലോഗിൽ കൂടെ മമതയും ദിലീപും പറയുന്ന ഡയലോഗ്, ഞാൻ ഒരാളോട് താമസിച്ചു, അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഇന്നാളോട് താമസിച്ചോ, ഈസ് എ ഗേ എന്ന് പറയാൻ വേണ്ടി. പക്ഷെ അതിന് ഒരാൾ വേണം, അതിനൊരാൾ ചെയ്യാൻ വേണം. അപ്പോൾ ഹീ നോസ് ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ പുള്ളിയാണ്. ഞാൻ എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു, ചാലക്കുടിയിൽ തമിഴ് പടത്തിൽ, ഇവിടെ തമിഴ് പടത്തിന് ഷൂട്ടിങ് കഴിഞ്ഞ് പോകുന്ന നേരത്തെ എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് വിളിച്ച് വരച്ചതാണ് പുള്ളി. അടുത്തത്, അശ്വതി നീ എന്താ ഒളിച്ചു കളിക്കുകയാണോ? അയ്യോ, അതറിയാം എനിക്ക്. അശ്വതി നീ എന്താ ഒളിച്ചു കളിക്കുകയാണോ? പറയട്ടെ, പറ. പോക്കിരി രാജ. അന്നാണ് പൃഥ്വിരാജ് ഒരു പുതിയ BMW കൺവേർട്ടബിൾ മേടിച്ചത്, റെഡ് കാർ. അത് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു വീട്ടിൽ വന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആ കാറിൽ ഇരുന്ന് കാറെപ്പറ്റി ഒരു ഡിസ്കഷനായിരുന്നു. ഇതെന്താണ്, ഇത് മറ്റാണ് അങ്ങനെ ഒരു ഡിസ്കഷനായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അതിലാണ് പുള്ളി വണ്ടി മേടിച്ചത്. അടിപൊളി. അതെ, എൻ്റെ മനസ്സ് ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് ഞാൻ നിന്നോട് തീർക്കും. ലയൺ. എല്ലാം ഇത് എന്താ പറയുക, കണക്ട് ഭയങ്കരമാണ് എനിക്ക്. ചെറുപ്പം മുതലേ അറിയാം. ജോയ് സാറിന് എടുത്തിട്ടുണ്ട്, കയ്യിൽ വെച്ചിട്ടുണ്ട്. ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ല, കയ്യിൽ വെച്ചിട്ടുണ്ട്. പുള്ളിൻ്റെ വീട് ചെന്നൈയിലായിരുന്നു. ഇതും ഫാദർ കണക്റ്റാണ്, അറിയാം, അങ്ങനെ അറിയാം. ആൻഡ് പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. സോ എല്ലാവരും സാറെ പറ്റി പറയുമ്പോൾ
ഭയങ്കര പേടിച്ചൊക്കെയാണ്. വെരി സോഫ്റ്റ്, വെരി സിമ്പിൾ. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കറിയാവുന്നത്. ഇറ്റ് ഡസൻ ടോക്ക് ടു മച്ച്. അടുത്ത്, ജീവിതത്തിൽ ഒന്നിനും ലൈസൻസ് ഇല്ലാത്തവനാണ് ഞാൻ. പറ. വേഷം. ഈ ബാക്ക് വീല് പൊക്കണ ഇത് അപ്പോൾ ധൂമിൽ വന്നിട്ടേ ഉള്ളൂ. ധൂമിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതിൽ ബാക്ക് വീൽ ഇങ്ങനെ പൊക്കണത് അപ്പോൾ ഹിന്ദി സിനിമ വന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിന് ഒരാളെ വിളിച്ച് ബാക്ക് വീൽ മാത്രം പൊക്കണം. അത് പൾസറിനെ പൊക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് പൊക്കണ സമയത്ത് ഇത് വണ്ടീൻ്റെ ഈ സിനിമയ്ക്ക് എപ്പോഴും അങ്ങനെയെന്നറിയോ, ഒരു ബൈക്ക് കൊണ്ടുവന്നാൽ അതുവരെയും ബൈക്ക് നല്ലോണം ഓടും. സ്റ്റാർട്ട് ക്യാമറ റണ്ണിങ് ആക്ഷൻ ബൈക്ക് ഓടില്ല, പെട്രോൾ കാണില്ല, എന്തെങ്കിലും പ്രശ്നം വരും. അന്ന് സൺഡേ ആണ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് റോട്ടി ഷൂട്ട് ചെയ്യാൻ. ക്ലച്ച് പോയി, ക്ലച്ചിൻ്റെ ബ്രേക്കിൻ്റെ എന്തോ ഒരു സാധനം പോയി, പിന്നെ പെട്രോൾ എന്തോ പോയി. അങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഒരു ഹാഫ് ഡേ പോയി ഇതിൻ്റെ അടുത്തത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാലേട്ട. അത് അൺഫർഗറ്റബിൾ മൂവി, കേരളയിലെ ഏറ്റവും വലിയ മൂവി. ബാലേട്ടൻ്റെ പ്രത്യേകത, ബാലേട്ടൻ ഭയങ്കര ഒരു ഹംഗാമ ക്രിയേറ്റ് ചെയ്ത പടമാണ്. ബാലേട്ടൻ എന്ന് പറഞ്ഞ സിനിമ ദേ വോണ്ട് റീമേക്ക് ഇൻ ഓൾ ദ ലാംഗ്വേജ്. തമിഴ് റീമേക്കാണ്, തെലുങ്ക് റീമേക്കാണ്, കന്നഡ റീമേക്കാണ്, ഹിന്ദി റീമേക്കാണ്. പക്ഷേ അവരാരും പടം കണ്ടിട്ടില്ല. റീമേക്ക് ചെയ്യാൻ വേണ്ടി പടം കണ്ടിട്ട് they don't want to do the film. They don't want the film because Badran is dominating the film. ബാലേട്ടൻ്റെ ഹൈലൈറ്റ്. സോ അങ്ങനെ വേറെ സ്ഥലത്തൊന്നും റീമേക്ക് ചെയ്യാതെ പോയി പടം. ഓക്കെ, ഇറ്റ് ഓൺലി സ്റ്റേസ് വിത്ത് മലയാളി, ഇറ്റ് ഓൺലി സ്റ്റേസ് വിത്ത് മലയാളം. ബട്ട് ബാലേട്ടൻ മേഡ് മീ സോ ഫേമസ്, അഗെയിൻ ഫേമസ് ഇൻ അതർ ലാംഗ്വേജ്. ഈ തെലുങ്ക് ബാലേട്ടൻ കാണാൻ വേണ്ടി കുറേ ആക്ടേഴ്സ് കാണും. എന്നിട്ട് ഈ ബാലേട്ടൻ വിട്ടിട്ട് അവർ വേറെ പടം ചെയ്യില്ലേ, അതിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്യും. പക്ഷെ അവർ ബാലേട്ടൻ ചെയ്യില്ല. അങ്ങനെ ബാലേട്ടനോട് എനിക്ക് അതർ ലാംഗ്വേജിൽ ഐ തിങ്ക് ഐ വുഡ് ഗോട്ട് അബൌട്ട് 30-40 ഫിലിംസ്. ഇനി ഹിറ്റാവുന്ന ഡയലോഗ് ഏതായിരിക്കും? അടിച്ചു കയറി വാ പോലെ ഇനി ഒരു തരംഗമാകുന്ന ഡയലോഗ് ഏതായിരിക്കും? ഇതൊന്നും പറയാൻ പറ്റില്ല. എന്താണ് തരംഗമാകുന്ന ഡയലോഗ്, എന്താണ് ഇത്? നമ്മളെല്ലാം ഹിറ്റാവട്ടെ, എല്ലാം നന്നായി വരട്ടെ എന്നും പറഞ്ഞാണ് നമ്മൾ പെർഫോം ചെയ്യണത്. ഓക്കെ, അതെല്ലാവരും അങ്ങനെ, ഞാനെന്നല്ല, എനി ആക്ടർ നമ്മൾ അതിന് 100% ഗിവൺ 100% ഇത് നന്നാവണം, ഇതാവണം. അടിച്ചു കയറിവാ തന്നെ അന്നും അങ്ങനെ വിചാരിച്ചാൽ ചെയ്തത് നമ്മൾ. രജനി സാർ ഷൂ ചോദിച്ചില്ലേ, കൊടുത്തോ? ഇല്ല, പുള്ളി പേടെ മേടിച്ചു. അത് തന്നെ മേടിച്ചു പുള്ളി. എപ്പോഴാണ് രജനി അത് ഷൂ ചോദിച്ചത്? പുള്ളി മേടിച്ചത് ഇത് ഫൈറ്റിൻ്റെ ഇടയിൽ, ഫൈറ്റിൻ്റെ ഇടയിൽ, വോളിബോൾ ഫൈറ്റിൻ്റെ ഇടയിൽ ഞാനൊരു ഷൂ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഷൂ ഇട്ട് ഭയങ്കര കംഫർട്ടബിളാണ് ചെയ്തത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്നപ്പോൾ ചോദിച്ചു, റിയാസ് എങ്ങനെ ഷൂ വാങ്ങിക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് ഇവിടെ ഉണ്ട് സാർ, ഇന്ന ചെന്നൈയിൽ ഇന്ന സ്ഥലത്തുണ്ട്. ഓക്കെ. അപ്പോൾ പുള്ളി ഇന്ന മാനേജറെ വിളിച്ചു, ഇത് മതി എനിക്ക് ഷൂ രണ്ട് വാങ്ങിയിട്ട് വാ. 2 വാങ്ങിയിട്ടാണ് ഇട്ട്. എന്നിട്ട് അതാണ് പുള്ളി അടുത്തൊരു ഫൈറ്റ് ഉണ്ട്, ഗോഡൗൺ ഫൈറ്റ്, അതിലിട്ടത്. ഏത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സീനായിരുന്നു ഷൂ തെറിച്ചു പോയിട്ട് തിരിച്ചു വരുന്നത്. അതാണ് ഷൂ. ആ ഷൂ ആണ് ഞാൻ ആ ഫൈറ്റിനിട്ട് അത് മേടിച്ചിട്ട്. ശരിക്കും എനിക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്, രജനി സാറിൻ്റെ ആ ഫൈറ്റ് ഉണ്ട്, അതായത് ഷൂ തെറിച്ചു പോകുന്നു തിരിച്ചു വരുന്നു, അതെന്ന് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്? റിവേഴ്സ് ഷോട്ട് ആണോ? റിവേഴ്സ് ഷോട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് രജനി സാറിൻ്റെ വൈഫുണ്ട്. ഓക്കെ, എന്നെയും വൈഫിനെയും കല്യാണം വരെയും കൊണ്ടുവന്നത് അവരാണ്. അവരാണ്. ഓക്കെ, സോ ഞങ്ങൾ ലവ് വീട്ടിൽ പറഞ്ഞത് അവർ ഇതായിട്ടൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴും വിളിച്ചു ചോദിക്കും, ലവ് മാരേജ് ഓക്കെ അല്ലേ, കറക്റ്റ് അല്ലേ, ആൾ കറക്റ്റ് നോക്കുന്നുണ്ട് മാഡം. ഓക്കെ, രജനി സാർ വിളിച്ചു ചോദിക്കോ? ഗജനിയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്താ പറയാനുള്ളത്? ഗജനിയും ഇതേപോലെ ലൈഫ് ടേണിംഗ് മൂവ്മെൻ്റ് ആണ് സിനിമയിൽ. എൻ്റെ ക്യാരിയർ ലൈഫ് ടേണിംഗ് മൂവ്മെൻ്റ് ആണ് ഗജനി ഇൻ തമിഴ്, ഗജനി ഇൻ ഹിന്ദി, അതേ ഗജനി ഡബ് ടു തെലുഗു, വേൾഡ് വൈഡ് നോട്ടീസ് ചെയ്ത ഫിലിമാണ് ഗജനി. ഹിന്ദിയിൽ അഭിനയിക്കാൻ കുറേ ആക്ടേഴ്സിനെ നോക്കി, പക്ഷെ ഞാൻ തന്നെ മതിയെന്ന് അമീർ ഖാനാണ് പറഞ്ഞത്, സാറാണ് പറഞ്ഞത്. അമീർ സാറാണ് പറഞ്ഞത്, റിയാസ് തന്നെ മതി എന്ന് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് നദർ ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു ഇതാണത്. അമീർ ഖാൻ്റെ കൂടെ ഒന്ന് ജിമ്മിൽ പോയി ടിപ്പൊക്കെ തരുമല്ലോ? അമീർ ഖാൻ ടിപ്പ് ഇങ്ങോട്ട് വയ്ക്കും. ആണോ? ഹി വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് എവറി ഡേ വി വർക്ക് ഔട്ട് ടുഗെദർ. പുള്ളി ഇറ്റ് വാസ് എ സെറ്റ്, വീട് ഇതൊക്കെ സെറ്റാണ്. അപ്പോൾ സെറ്റിൻ്റെ അകത്ത് പുള്ളി ജിം സെറ്റ് ചെയ്തിട്ടുണ്ട്. യു നോ വൈ ഹി ഡിഡ് ദാറ്റ്? ഷൂട്ടിംഗ് ലേറ്റ് ആയിരുന്നു. സോ ഞങ്ങൾ സെറ്റിനകത്ത് കാലത്തേ സെറ്റ് വരും, ഷൂട്ടിംഗ് സ്പോട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യും, വർക്കൗട്ട് ചെയ്തിട്ട് അതേ സെറ്റിൽ കൂടെ നടന്ന് തന്നെ പോയി അഭിനയിക്കും,
വരും. സോ ദാറ്റ് വാസ് ഇറ്റ്. എന്നിട്ട് പുള്ളി ഞാൻ പോകാൻ നേരത്ത് അന്ന് ആ ഗജനി ചെയ്യുമ്പോൾ ഒരു എക്യുപ്മെൻറ്റ് ജിമ്മിൽ നമ്മൾ സൗത്ത് ഇന്ത്യയിലൊന്നും ഇല്ല, പൊതുവേ ഇന്ത്യയിലില്ല. ഇപ്പോൾ കുറേ ഉണ്ട്. ഹാങ്ങിങ് ലെഗ് റേസ് എന്ന് പറയും. ഒരു കുളത്ത് മാറ്റിയിട്ട് കൈ അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഹാങ് ചെയ്തിട്ട് എയറിൽ ഇങ്ങനെ ലെഗ് റേസ് ചെയ്യും. അബ്ഡമിനുള്ള എക്സസൈസ് ആണ് അത് കിട്ടാൻ വലിയ പാടാണ്. പുള്ളീനടുത്ത് അത് ഉണ്ടായിരുന്നു. പുള്ളി ഫോറിനിൽ അവിടെ നിന്ന് വരുത്തിച്ചാണ്. പുള്ളിയുടേത് പുള്ളി തന്ന് അതിൽ പുള്ളി സൈൻ ചെയ്ത് എനിക്ക് ഓൾ ദ ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞ് ഒരു ഗോൾഡൻ മാർക്കറാണ് അതിലെഴുതി തന്നിട്ട് അതിപ്പോഴും വീട്ടിട്ടുണ്ട്. അടിപൊളി. ടൈമില്ല, ദർ ഈസ് നോ ടൈം ബാർ. സാർ നാളെ എടുത്താൽ പോരെ? ഇല്ല, തീർത്തിട്ട് പോയാൽ മതി എന്ന് പറയും. തീർത്താൽ സമയമാകും സാർ, നാളെ കാലത്ത് ഷൂട്ടിംഗ് ഉണ്ട്. സാർ കുഴപ്പമില്ല, ഞാൻ കാലത്ത് വരാം. 5 മണിക്ക് വന്നാലും പുള്ളി 5 മണിക്കാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ടൈമിങ്. സോ സിമ്പിൾ. പാക്കപ്പ് ഹീൽ ബിക്കം എ സൂപ്പർ സ്റ്റാർ. അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ സൂപ്പർ സ്റ്റാർഡും ഷൂട്ടിംഗ് സ്പോട്ടിലും പലവരെ കണ്ടിട്ടുണ്ട്. ഞാൻ പല ആക്ടേഴ്സും കണ്ടിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർഡും ഷൂട്ടിംഗ് സ്പോട്ടിലും ക്യാരി ഫോർവേഡ് ആവും. നമുക്കൊന്ന് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ടു എനി പബ്ലിക്. ഇതങ്ങനെയല്ല. പുള്ളി ലോക്കൻവാലയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്, ഓടുന്ന സീന്. എൻറ്റയർ ലോക്കൻവാല ഫ്ലാറ്റില്ലേ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവൻറ്റ് എല്ലാവരും സംസാരിച്ചിട്ട് പുള്ളി ഇങ്ങനെ വന്ന് ഷൂട്ടിംഗ് ഉണ്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ദ എൻറ്റയർ ക്രൗഡ് ഷൂട്ടിംഗ് കഴിയുന്നവരോടെ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പുള്ളി ഇവൻറ്റ് ദ എൻറ്റയർ ക്രൗഡ് എല്ലാവരോടും കൈ കൊടുത്ത് സംസാരിച്ച് ഇങ്ങനെ വന്ന്. അപ്പോൾ ദിവസം അവിടെ 6 ദിവസം ഷൂട്ടിംഗ് ഉണ്ട് റോട്ടിൽ. ഓക്കെ, ഒരു ദിവസം ഞാൻ എയർ മുരുകദാസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വയസ്സായ അമ്മ വന്നപ്പോൾ അവിടെ സെക്യൂരിറ്റി പീപ്പിളൊക്കെ ഉണ്ട്. അവരെന്തോ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, അമ്മേനെ ഇങ്ങോട്ട് വിടുന്നു വെച്ച്. അമ്മേനെ ഇങ്ങനെ വന്നിട്ട് അമ്മ ഇങ്ങനെ നടന്നു, ചെറിയ ഇത്രേ ഉള്ളൂ, പൊക്കം ഇത്രേ ഉള്ളൂ. അമ്മ ഇങ്ങനെ നടന്നു വന്നിട്ട് പുള്ളീനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പുള്ളീനെ ബ്ലസ്സൊക്കെ ചെയ്തിട്ട് ഏത് പടവാ, ഹിന്ദി പറഞ്ഞാണ്, ഏത് പടവാ മോനെ എന്ന് വെച്ച്. ഇത് പടത്തിൻ്റെ പേര് ഗജനി. ആരാണ് ഡയറക്ടർ? അപ്പോൾ മുരുകദാസ്. ഇത്ര ചെറിയ ആളാണ് നിന്നെ വെച്ച് പടം ചെയ്യാൻ പോണത്? ശരിക്കും ചെയ്യട്ടോ എന്ന് പറയും പോയിക്കളഞ്ഞ്. സൂര്യയുടെ കൂടെ ഇതുപോലെ സൂര്യയും ജിമ്മിലുണ്ടായിരുന്നു രാവിലെ? ഇല്ല സൂര്യ ജിമ്മിൽ കുറേ ടിപ്പ് ചോദിച്ചു സൂര്യ. ഹൗ ടു ഒരു മെയിൻ്റെനൻസ് ഫേസ് ഉണ്ടല്ലോ, അത് ചോദിച്ചു. സോ വി വാസ് ഷെയറിങ് ദാറ്റ്. സൂര്യ എനിക്ക് കുറേ വർഷം മുമ്പ് അറിയാം. ഞങ്ങൾ രണ്ടുപേരും സിനിമാറ്റിക് ഫൈറ്റ് പഠിക്കാൻ പോകും. അത് YMCയിലാണ്. യൂഷ്വലി കുറേ സ്ഥലങ്ങളുണ്ട്. ചെന്നൈയിലെ YMC ഉണ്ട്, നന്ദനത്ത് ഒരു സ്ഥലത്തുണ്ട്. അതൊരു മെയിൻ സ്പോട്ടാണ്, ഒരു ഹബ്ബാണ്. അവിടെ മിക്കവാറും ഓൾ ദ ആക്ടേഴ്സ് കംസ് ഫൈറ്റ് പഠിക്കാനുമല്ല, ഫൈറ്റ് പഠിച്ചത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പ്ലേസ്. ഒരു അകത്തേക്കാണ്. സോ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. യു ക്യാൻ സീ മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ് ദർ. സോ ചെയ്ത പോലെ ഞാൻ അവിടെ തന്നെയായിരുന്നു എല്ലാവരും. ഇനി നമുക്ക് DNA-ലേക്ക് തിരിച്ചു. DNA കുറിച്ച് കൂടുതൽ പറയാനുള്ള, അങ്ങനെ തിയേറ്ററിൽ DNA റിലീസാകുമ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് അടിച്ച് കയറി വരണം. ഓക്കെ, തിയേറ്ററിലേക്ക്. അപ്പോൾ DNA ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം, വെരി ത്രില്ലിംഗ് ഫിലിം. എനിക്ക് എൻ്റെ ഫാൻ എന്ന് വെച്ചാൽ ഐ എം വർക്കിംഗ് വിത്ത് സുരേഷ് ബാബു സാർ. സുരേഷ് ബാബു സാറിന് ഇതൊരു ഭയങ്കര വൻ വിജയമാട്ടെ എന്നാണ് മൈ പേഴ്സണൽ ഇത്. പിന്നെ ഈസ് എൻ എക്സലൻറ്റ് മൂവി മേക്കർ. മൂവി മേക്കിങ്ങിൽ പുള്ളി ഭയങ്കര എക്സലാണ് പുള്ളി. സോ അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ അതൊക്കെ കാണാൻ പറ്റട്ടെ.